റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കായംകുളം KSRTCയിൽ നിർമ്മിച്ച താൽക്കാലിക കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ബസ് ടെർമിനലിന്റെ നവീകരണ പ്രവർത്തികൾ പുരോഗമിക്കുന്നതിനാൽ യാത്രക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ മുന്നോട്ട് വന്നത്. AGD ഗോൾഡൻ ആൻഡ് ഡയമണ്ടിന്റെ സഹകരണത്തോടെയാണ് റെസിഡൻസ് അസോസിയേഷൻ കായംകുളം ബസ് ടെർമിനലിൽ താൽക്കാലികമായി കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചു നൽകിയത്. ഇതിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് യു പ്രതിഭ MLA നിർവഹിച്ചു. പ്രിയപ്പെട്ട റിയാസ് പുലരിയിൽ, അതുപോലെ പ്രിയപ്പെട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് ശാരദ തങ്കപ്പൻ, നസീർ ഖാൻ, സ്വപ്ന സജികുമാർ, ശ്രീ ജേക്കബ് ഉമ്മൻ, സുനിത CS, സലീം, അഷ്റഫ്, സജികുമാർ, TH സലാഹുദ്ദീൻ, നിഹാസ് അബ്ദുൾ അസീസ് അടക്കം ഇവിടെ ഈ കായംകുളം റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ എല്ലാമായി ധാരാളം പേര് വേറെ ഇവരുടെ കൂടെ നിന്ന് KSRTC ഉണ്ട്, കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പോൾ KSRTC കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ വലിയ ആഘോഷമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. 2 കോൺട്രാക്ടേഴ്സ് എല്ലാം വന്ന് ഇപ്പോൾ തന്നെ അതിൻ്റെ പരിപാടികൾ ആരംഭിക്കും. നിരവധി യാത്രക്കാർക്ക് ആശ്വാസമായി മാറുന്ന കാത്തിരിപ്പ് കേന്ദ്രം കൂടുതൽ സൗകര്യങ്ങളോടെ വിപുലീകരിച്ച രീതിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് ആയിരത്ത് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി TG അജികുമാർ സ്വാഗതം ആശംസിച്ചു. വാർഡ് കൗൺസിലർ പ്രമീള ബാബുരാജ്, താഹ കുഞ്ഞ്, BR ഭദ്രൻ, റിയാസ് പുലരിയിൽ, ശാരദ തങ്കപ്പൻ, ജേക്കബ് ഉമ്മൻ, KSRTC സ്റ്റേഷൻ പബ്ലിക് ഇൻഫർമേഷൻ സൂപ്രണ്ട് ഷീബാദാസ്, AP റജി, വിനോദ്, അഷറഫ് കായംകുളം, സലീം, നിഹാസ്, അബ്ദുൾ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. യാത്രക്കാർക്കായി കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ സഹകരിച്ച AGD ഗോൾഡൻ ആൻഡ് ഡയമണ്ടിനും നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്ത് പൂർത്തിയാക്കിയ വാം സ്റ്റുഡിയോ കമ്പനിക്കും ചടങ്ങിൽ ഫലകം നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം.